ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം വൈജയന്തിയോട് വളരെ മോശം രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ അതിനെല്ലാം കാരണക്കാരി അലീനയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അലീനയോട് വളരെ മോശം രീതിയിലായിരിക്കും വൈജയന്തി പ്രതികരിക്കുന്നത്. നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നു പോകരുത്, ഇപ്പൊ തന്നെ പെട്ടിയും പാണ്ടും എടുത്ത് ഇവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുന്ന സമയത്ത് തന്നെ അലീന അത് സമ്മതിക്കുകയാണ്. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം തന്നെ മുകളിൽ നിന്ന് ബാലചന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞത്, ഇതെന്റെ വീടാണ്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. അലീന ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോവണ്ട. മറ്റാർക്ക് വേണമെങ്കിലും ഈ വീട് വിട്ടു പോവാം, പക്ഷേ അലീന ഒരിക്കലും ഇവിടെ നിന്നും പോകുന്നില്ല എന്ന് പറയണ ബാലചന്ദ്രന്. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരും. ഉടനെ തന്നെ ബാലചന്ദ്രൻ അലീനയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തും. വൈജയന്തി അലീനയോട് അവിടെ നിന്നും പോവാൻ പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ ആകെ സമനില തെറ്റിക്കൊണ്ട് തന്നെ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. വൈജയ്, ഇനി നീ എന്നെ വേറൊരാളാക്കരുത്. എന്റെ ഉള്ളിൽ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 5 ആൾക്കാരുണ്ട്. പോലീസ്, വക്കീല്, ഒരു ബിസിനസ്സുകാരൻ, ഒരു പേഷ്യന്റ്, അങ്ങനെ 5 ആൾക്കാരുണ്ട്. ഇനി നീ എന്നെ മറ്റൊരാളും കൂടി ആക്കി തീർക്കല്ലേ. ഇവിടെ നിന്നും അലീന ഒരിക്കലും പോകാൻ പാടില്ല. അലീന ഇവിടെ തന്നെ നിൽക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് അലീന ഇവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറയും. അതിനുശേഷം അലീനയെ മുകളിലേക്ക് വിളിപ്പിക്കാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അലീന മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അലീനയെ കണ്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ പരസ്പര വിരുദ്ധമായിട്ടായിരിക്കും ആദ്യം അലീനയോട് സംസാരിക്കുന്നത്. അതിനുശേഷം അലീനയോട് പറഞ്ഞിട്ട്, നീ എങ്കിലും നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ അലീനക്ക് തൊട്ടരികിൽ വന്ന് നിൽക്കും. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ വൈജയന്തി നിനക്ക് നിന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ, അതോ അത് നിന്റെ സ്വന്തം അമ്മയാണോ എന്ന് ചോദിക്കും. ബാലചന്ദ്രന്റെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ അലീന അങ്ങ് പതറിപ്പോവാണ്. അലീനക്ക് കാര്യം മനസ്സിലാവും. ബാലചന്ദ്രൻ സാർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യമല്ല മനസ്സിലാക്കിയതിനു ശേഷം തന്നെയായിരിക്കും ബാലചന്ദ്രൻ സാറിന്റെ മനസ്സ് തകർന്നു പോയത് എന്നുള്ള കാര്യമെല്ലാം തന്നെ അലീന തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ ബാലചന്ദ്രൻ സാറിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇനിയും സാറിന്റെ മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന സകല സത്യങ്ങളും ബാലചന്ദ്രൻ സാറോട് തുറന്നു പറയുന്നുണ്ട്. ബാലചന്ദ്രന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കട്ടോ അലീന അതെല്ലാം തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. അലീനയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രൻ ആകെ തകർന്നു പോവാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നത്, അപ്പോ നിനക്കെല്ലാ സത്യവും അറിയാമായിരുന്നു അല്ലേ? സത്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ നീ ഈ കുടുംബത്തിലേക്ക്, ഈ വീട്ടിലേക്ക് കയറി വന്നിരുന്നത്? എന്നാലും ഇതൊരിക്കലും എന്നോട് വേണ്ടായിരുന്നു. നിനക്ക് എന്നെങ്കിലും എന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു. ഏതായാലും സത്യങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ശരി, സത്യമെല്ലാം മനസ്സിലായതുകൊണ്ടാണ് എന്നെ ഇന്ന് ഈ ഗതിയിലെത്തിച്ചത്. സത്യങ്ങൾ ഒരിക്കലും ഞാൻ തിരിച്ചറിയരുതായിരുന്നു എന്ന് തോന്നിയൊരു നിമിഷമുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ 22 വർഷങ്ങൾ എനിക്ക് നഷ്ടമായി. എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷത്തിലാണ് എനിക്ക് സഹിക്കാൻ പോലും പറ്റാതെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് അലീന ഭയങ്കര കരച്ചിലായിരിക്കട്ടോ ബാലചന്ദ്രൻ പറഞ്ഞത്. അല്ലെങ്കിലും ഇതിന്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നീ ഇതിലൊരിക്കലും തെറ്റുകാരിയൊന്നും അല്ലല്ലോ. നീയും ഒരു തരത്തിൽ എന്നെ പോലെ നിരപരാധിയാണല്ലോ. ഇതിപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമാണ് തകർന്നു പോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ച് പറയും. അലീന പറഞ്ഞൊരു, സർ എന്നോട് ക്ഷമിക്കണം. ആരുടെയും ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചതല്ല. ഇതെല്ലാം തന്നെ സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് ഇതെന്റെ വീട്ടുകാരല്ലേ, എന്റെ കുടുംബക്കാരല്ലേ, എന്റെ സ്വന്തം രക്തമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു ധാരണ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിന്നത്. ഇപ്പോൾ മാഡം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ കാരണം ഒരിക്കലും ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ട് വരരുത്. ഞാൻ കാരണം ഒരിക്കലും ഈ കുടുംബം നശിച്ചു പോവരുത്. മാഡം എന്നോട് ഇവിടെ നിന്നും പോവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോവാൻ? നിന്റെ വീടാണിത്. ഇനി നീ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോകുന്നില്ല. ഈ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അലീന ഇവിടെ തന്നെ വേണം. ഒരിക്കലും നീ കാരണമല്ല ഈ കുടുംബം നശിച്ചത്. നീ കാരണം വലിയൊരു ചതി ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത്. വൈജയന്തിയും അവളുടെ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് എന്നോട് ചെയ്തിരിക്കുന്ന 10-22 വർഷമായി എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ ചതി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഒരുപാടധികം സ്നേഹിച്ചിട്ട് പോലും എന്നെ മനസ്സിലാകാതെ എന്നെ ചതിച്ചവളായിരുന്നു വൈജ. ഇന്നേ വരെ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് സ്നേഹം ഒരിത്തിരി പോലും കിട്ടിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും അവളുടെ ധാർഷ്ട്യവും അവളുടെ ദേഷ്യവും അവളുടെ അവഗണനകളും മാത്രമേ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ളൂ. പലപ്പോഴും അവളുടെ മുന്നിൽ ഞാൻ എന്നും അവൾക്ക് തോറ്റുകൊടുക്കായിരുന്നു. കാരണം ഞാൻ എൻ്റെ വൈജയന്തിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്റെ ഭാര്യയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്താലും ഞാൻ ഇത്ര കാലം അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇനി ഏതായാലും അതൊന്നും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഒരിത്തിരി പോലും ഞാൻ അവൾക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കില്ല. അവൾ എന്നെ എത്രമാത്രം ചതിച്ചോ, എത്രമാത്രം അവഗണിച്ചോ അതിനിരട്ടിയായിരിക്കും ഞാൻ ഇനി അവളെ അവഗണിക്കാനും അവൾക്ക് ശിക്ഷ കൊടുക്കാനൊക്കെ പോകുന്നത്. അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അവൾ അനുഭവിക്കേണ്ട കാലാണ്.
അവൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അവളുടെ കൺമുന്നിൽ തന്നെ കാണണം. അങ്ങനെ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അവൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരും. അന്ന് മാത്രമേ എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അവളെ കാണാൻ പോലും കഴിയുള്ളൂ എന്നൊക്കെ പറയണ ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടിട്ട് അലീന സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിനക്കിവിടെ യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. എന്നെ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ നീ കണ്ടാ മതി. നെടുമ്പരിക്കൽ ബാലചന്ദ്രന്റെ വീട്ടിൽ നിനക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. നിന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ആരും വരില്ല. അതിനിവിടെ ആർക്കും അധികാരവും അവകാശവും ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നത് എന്നെയും അമ്മയും ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ജോലി മാത്രം നീ ഇവിടെ ചെയ്താൽ മതി. അല്ലാതെ നീ ഒരിക്കലും ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയൊന്നുമല്ല. ബാലചന്ദ്രൻ ഏതായാലും അലീനക്ക് മുന്നിൽ മനസ്സ് തുറക്കുന്നതോടുകൂടി ആയിരിക്കട്ടെ ബാലചന്ദ്രന്റെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നത്. അങ്ങനെ എപ്പോൾ നോക്കിയാലും ബാലചന്ദ്രനാണെങ്കിൽ ഒരു അച്ഛന്റെ സ്നേഹം അലീനക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന്റെ വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ബാലചന്ദ്രൻ അലീനയെ ഒരുപാടധികം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യവും പകയൊക്കെ ഇരട്ടിച്ചു വരികയാണ്. അലീനയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, വൈജയന്തിയെ കാണുന്നത് പോലും ബാലചന്ദ്രന് ഇഷ്ടമല്ല. വൈജയന്തിയെ എപ്പോൾ നോക്കിയാലും പകയോടും വെറുപ്പോടും കൂടി മാത്രമായിരിക്കും വൈജയന്തിയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. എന്നാൽ ബാലചന്ദ്രൻ അലീനയോട് സ്നേഹവും അനുകമ്പയൊക്കെ കാണിക്കുന്നത് കാണുന്ന സമയത്തിന്റെ വൈജയന്തിക്ക് ദേഷ്യം വരും. ബാലചന്ദ്രൻ എത്രത്തോളമാണോ വൈജയന്തിയോട് ദേഷ്യവും വെറുപ്പൊക്കെ കാണിക്കുന്നത്, അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കട്ടെ വൈജയന്തി അലീനയോട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുക്കള ജോലി തൊട്ട് ഒരു ജോലിയും ചെയ്യണ്ട എന്ന് ബാലചന്ദ്രൻ കർശനമായിട്ട് തന്നെ അലീനയോട് പറഞ്ഞു. പിന്നീട് അങ്ങനെ അലീന ഒരു രാജകുമാരിയെ പോലെ തന്നെയായിരിക്കും ആ വീട്ടിൽ വാഴുന്നത്. പക്ഷേ മുത്തശ്ശിയുടെയും അതുപോലെ ബാലചന്ദ്രന്റെയും കാര്യങ്ങൾ നോക്കുമെന്ന് മാത്രം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വൈജയന്തിയുടെ മനസ്സ് തകർന്നു പോകട്ടോ. കാരണം ബാലചന്ദ്രൻ അത്ര നല്ല രീതിയിലായിരിക്കും അലീനയെ സ്നേഹിക്കുന്നത്. ഇത് കണ്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അലീന തന്റെ സ്വന്തം മകളാണെന്നുള്ള കാര്യം വൈജയന്തി തിരിച്ചറിയുന്നത് കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും. ഒരു ദിവസം ബാലചന്ദ്രൻ അസുഖമെല്ലാം ഭേദമായിട്ട് അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വൈജയന്തി ആരും അറിയാതെ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അലീനയോട് അവിടെ നിന്നും പറഞ്ഞു വിടും. ബാലചന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതമുണ്ട് എന്ന് നോണ പടച്ചുണ്ടാക്കിയിട്ടായിരിക്കട്ടോ വൈജയന്തി അലീനയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. എന്നാൽ അലീനയ്ക്ക് പോവാൻ മറ്റു സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ മനു അലീനയുടെ സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ മനു കൊണ്ടുപോയാക്കുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും. അലീനയ്ക്ക് ജന്മം നൽകിയ അലീനയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും മനു കൊണ്ടുപോയി വിടുന്നത്. അങ്ങനെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ അലീന തൻ്റെ സ്വന്തം മകളാണെന്നുള്ള സത്യമെല്ലാം തന്നെ വൈജയന്തി തിരിച്ചറിയുന്നത്. കുറ്റബോധം കൊണ്ട് നെഞ്ചു പൊട്ടിക്കരയുന്ന വൈജയന്തിയെ പിന്നീട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ബൈ.